മറ്റൊരു വാർത്തയിലേക്ക്. ഇൻഡിഗോ വിമാന സർവീസ് പ്രതിസന്ധി 8ാം ദിവസവും തുടരുന്നു. ഇന്ന് 50-ലേറെ വിമാന സർവീസുകൾ റദ്ദാക്കി. ഇന്നലെ 500-ൽ പരം സർവീസുകൾ റദ്ദാക്കിയിരുന്നു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നന്ദഗോപൻ ഒപ്പം ചേരുന്നു. നന്ദഗോപൻ, അതായത് ഇന്നലത്തേതിൽ നിന്ന് മെച്ചപ്പെട്ടിട്ടുണ്ട്, പക്ഷേ അവസ്ഥ പരിതാപകരമാണ് ഇൻഡിഗോയുടേതെന്ന് വ്യക്തമാണു താനും, അല്ലേ? കൃഷ്ണജി, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇൻഡിഗോ സർവീസുകൾ രാജ്യത്തിൻ്റെ മിക്കയിടങ്ങളിലും ക്യാൻസൽ ചെയ്തു വരികയാണ്. ഈ 50 എന്നുള്ളത് ഇപ്പോൾ കൂടുതലായിട്ടുണ്ട്. ഏതാണ്ട് 200ഓളം സർവീസുകൾ ഇപ്പോൾ മൊത്തത്തിൽ ക്യാൻസലായി എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇന്നിപ്പോൾ 8ാം ദിവസമാണ് പ്രതിസന്ധി തുടരുന്നത്. ഈ പ്രതിസന്ധി പരിഹരിക്കുവാൻ വേണ്ടി ഇതിൽ കൃത്യമായി തന്നെ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഇടപെടുന്നുണ്ട്. ഇന്നലെ രാത്രി തന്നെ DGCA അടിയന്തര യോഗം വിളിച്ചിരുന്നു. ഈ യോഗത്തിൽ പ്രധാനമായും ഈ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കാം, അല്ലെങ്കിൽ ജീവനക്കാരുടെ പുനർക്രമീകരണം എങ്ങനെ ഇതിനെ സർവീസുകളെ ബാധിക്കാതെ, അതേപോലെ തന്നെ യാത്രക്കാർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ കൈകാര്യം ചെയ്യാമെന്നത് സംബന്ധിച്ച് ഇന്നലെ DGCA അടിയന്തര യോഗം വിളിച്ചിരുന്നു. ഈ യോഗത്തിൽ ഇൻഡിഗോയുടെ ചില പ്രതിനിധികളും പങ്കെടുത്തു എന്നുള്ളതാണ്. ഇന്നലെ ഏതാണ്ട് 500-ലധികം സർവീസുകളാണ് മുടങ്ങിയിരുന്നത്. എന്നാൽ ഇപ്പോൾ നില മെച്ചപ്പെട്ടു വരുന്ന ഒരു സ്ഥിതിയാണുള്ളത്. പലയിടത്തും സർവീസുകൾ പുനഃക്രമീകരിക്കുകയും അതേപോലെ തന്നെ അല്പം വൈകിയാണെങ്കിലും സർവീസുകൾ വീണ്ടും തുടങ്ങുന്ന അല്ലെങ്കിൽ വീണ്ടും പുനരാരംഭിക്കുന്ന ഒരു സ്ഥിതിയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ 500 എന്നുള്ളത് ഇന്നിപ്പോൾ ഏതാണ്ട് 200ഓളം എന്നുള്ളത് അയക്കുന്നത്. ഏതായാലും പ്രതിസന്ധി പരിഹരിക്കുമെന്നുള്ളത് ഇൻഡിഗോ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടയിൽ ഇൻഡിഗോ CEOയെ വിളിച്ചു വരുത്താൻ വേണ്ടിയുള്ള നീക്കങ്ങൾ DGCA ആരംഭിച്ചിട്ടുണ്ട്. യാത്രക്കാർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകരുത്. ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ അത് DGCAയുടെ സിവിൽ ഏവിയേഷൻ റെഗുലേഷനിൽ പറയുന്ന രീതിയിൽ അവർക്ക് അതുമായി ബന്ധപ്പെട്ട മറ്റ് കഷ്ടനഷ്ട പരിഹാരങ്ങൾ നൽകണമെന്നുള്ളത് കൃത്യമായി തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇന്നലെ രാജ്യസഭയിലും ഈ വിഷയം രാംമോഹൻ നായിഡു കേന്ദ്ര വ്യോമയാന മന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. ഏതായാലും ഇന്നും ഒരുപക്ഷെ വിഷയം സഭയുടെ പരിഗണനയിൽ വരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. വലിയ പ്രതിസന്ധിയാണ് എന്നത് സംബന്ധിച്ച് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷം സഭയിൽ കഴിഞ്ഞ ദിവസം ഈ വിഷയം ഉന്നയിച്ചിരുന്നു. ഏതായാലും പരമാവധി വേഗത്തിൽ പ്രതിസന്ധി പരിഹരിക്കുമെന്ന് ഇൻഡിഗോ വ്യക്തമാക്കിയിട്ടുണ്ട്. യാത്രക്കാർക്ക് ഇത്തരം കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ വേണ്ട നടപടികൾ മുൻകൈ എടുക്കണമെന്നുള്ളത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് DGCA ഇതിനോടകം തന്നെ ഇൻഡിഗോയ്ക്ക് കത്തടക്കമുള്ളവ നൽകിയിട്ടുണ്ട്. ഏതായാലും ഇനിയിപ്പോൾ ഇൻഡിഗോ CEOയെ വിളിച്ചു വരുത്തി എന്താണ് DGCAയുടെ ഭാഗത്തു നിന്നുള്ള നടപടി എന്നുള്ളതാണ് ഇനിയിപ്പോൾ കാത്തിരുന്ന് കാണേണ്ടത്. കൃഷ്ണരാജ്. ഇൻഡിഗോ വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ്. ഇന്നലെ 500-ലേറെ സർവീസുകൾ റദ്ദാക്കിയെങ്കിൽ ഇന്ന് 50 എന്നാണ് ആദ്യം കേട്ടത്, പക്ഷേ അത് 200 കവിഞ്ഞിട്ടുണ്ട്. ഏതായാലും വലിയ പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്നു, പറക്കാനാകാതെ ബുദ്ധിമുട്ടുന്നു ഇൻഡിഗോ. വിവരങ്ങൾ നൽകുകയായിരുന്നു നന്ദഗോപൻ.